റോട്ടിലെ അഭ്യാസങ്ങൾ നമ്മൾ സ്ഥിരം കാണുന്ന ആളെ എത്രയോ അപകടങ്ങളുണ്ടായി, എത്രയോ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം മറ്റു പലരുടെയും അഭ്യാസം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം. എന്താ ഇനി സോഷ്യൽ മീഡിയയിൽ ഇതുമാതിരി അഭ്യാസങ്ങളൊക്കെ കാട്ടി ലൈക്കും ഷെയറും ഒക്കെ കൂട്ടാൻ ശ്രമിക്കുന്നവരുടെ പിന്നാലെ MVD കൂടിയുണ്ട്. അപ്പോൾ അത്തരം വീഡിയോകൾ കണ്ടതാ MVDയുടെ ഭാഗത്ത് ഒരു പണിയും കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് ഇരിങ്ങാടൻപള്ളി സ്വദേശിയായ 19-കാരൻ അബ്ദുൽ മുഫീദിൻ്റെ ലൈസൻസാണ് MVD സസ്പെൻഡ് ചെയ്തത്. വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അഴിച്ചു മാറ്റിയായിരുന്നു ഈ വീഡിയോ ചിത്രീകരണം. രീതിയിലാണ് നിങ്ങൾ കണ്ടത്. അതൊരു തരത്തിലും നമുക്കത് ബാക്കിയുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ ഹിയർ ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് ബാക്കിയുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ചെയ്യുന്ന കണ്ടിട്ടാണ് സാർ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. അന്ന് വണ്ടി ഓടിക്കുന്ന സമയത്തിന് പുള്ളിക്ക് ഫ്രണ്ട് രജിസ്ട്രേഷൻ നമ്പർ ബോർഡില്ല. അതോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് അതിൻ്റെ സൈലൻസർ മാറ്റിയിരിക്കുന്നു. ഇരിങ്ങാടൻപള്ളി നിവാസികൾ നിരവധി പരാതികൾ എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ ബൈക്കുകാരൻ കുടുങ്ങുന്നതും അദ്ദേഹത്തിനെ നമ്മൾ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ട് ട്രെയിനിങ്ങിന് വിടുന്നതും അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തതും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. രാഹുൽ KV രാഹുൽ, ഇപ്പോൾ അതേ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. റോഡിലൂടെ പാവം സൈഡിലൂടെ നടന്നു പോകുന്നവരുടെ ജീവൻ വരെ ഇതുപോലുള്ള അഭ്യാസികൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നതൊക്കെ കണ്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ ചെയ്യേണ്ടത്. പക്ഷേ ഇമാതിരി അഭ്യാസങ്ങൾ കണ്ട് അത് നെഗറ്റീവ് പഠിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. അതാണല്ലോ എപ്പോഴുള്ള പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ ഇവർക്ക് സാമൂഹ്യ സേവനമൊക്കെ ഉണ്ട്. ഭണ്ഡാരം മെഡിക്കൽ കോളേജിലൊക്കെ വിട്ടാണ് ഇവരെ നന്നാക്കാനുള്ള ശ്രമം നടത്തുന്നത്. എന്നിട്ട് നന്നാവാത്തവരുണ്ട്. ഇവിടെ എങ്ങനെയാണ് MVD കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്? ദിവസ ഗുഡ് ഈവനിങ്. എന്തായാലും അബ്ദുൽ മുഫീദ് കഴിവുള്ളൊരു യുവാവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തിരക്കേറിയൊരു റോഡിലൂടെയാണ് ഈ വിധത്തിൽ ബൈക്ക് അഭ്യാസം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെയാണോ നടത്തേണ്ടത് എന്നത് അബ്ദുൽ മുഫീദ് ഒന്നുകൂടെ തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു. അതുതന്നെയും വീഡിയോ ചിത്രീകരിക്കുക, നല്ല മ്യൂസിക്കൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ റീൽസിൽ ലൈക്ക് നേടുക, അതുപോലെ ഫോളോവേഴ്സിനെ നേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വീഡിയോ ചെയ്തതും. അതിനുവേണ്ടി ഈ ബൈക്കിൻ്റെ മുൻവശത്തും പിറകിലുമുള്ള നമ്പർ പ്ലേറ്റ് അടക്കം മാറ്റിവെച്ചു എന്നതാണ്. കഴിഞ്ഞ മാസമാണ് വീഡിയോ ചിത്രീകരിച്ചത്. അത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു. അതിങ്ങനെ കറങ്ങി മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ആ വീഡിയോ അതിനെ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ്. കാരണം ഈ വണ്ടി നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാടുപെട്ട് മോട്ടോർ വാഹന വകുപ്പും അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് 19 വയസ്സുകാരനായ അബ്ദുൽ മുഫീദാണ് എന്ന് മനസ്സിലായത്. ഇരിങ്ങാടൻപള്ളി നമ്മുടെ ടൗണിൽ തന്നെയാണ്. യുവാക്കൾ കുറേ പേര് ചേർന്ന് ഇവിടെ ബൈക്ക് സ്റ്റണ്ടിങ് അഭ്യാസം നടത്താറുണ്ടെന്ന പരാതി മോട്ടോർ വാഹന വകുപ്പിന് നേരത്തെ തന്നെ നാട്ടുകാർ കൊടുത്തിരുന്നു. ഇപ്പോൾ എല്ലാം ചേർത്ത് അന്വേഷണത്തിലാണ് അബ്ദുൽ മുഫീദിനെ കണ്ടെത്തിയത്. ആദ്യം തന്നെ അബ്ദുൽ മുഫീദിൻ്റെ വിശദീകരണം തേടി. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ബൈക്ക് സ്റ്റണ്ടിങ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ലൈക്കും കിട്ടിയതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പയർഡ് ഫ്രം ആ വീഡിയോകളിൽ നിന്ന് ഇൻസ്പയർ ആയി എന്നാണ് പറഞ്ഞത്. അപ്പം ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് എടുത്തിട്ടുള്ള നടപടികൾ, യുവാവിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു, ബൈക്ക് കസ്റ്റഡിയിലെടുത്തു, 5 ദിവസം മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശീലന ക്ലാസ്സിൽ ഇരിക്കണം എന്നുള്ളതാണ്. എടപ്പാളിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അങ്ങോട്ടേക്ക് 5 ദിവസത്തേക്ക് ക്ലാസ്സിന് കൂടി മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ആ വീഡിയോ ചെയ്ത് മറ്റുള്ളവർ ഇത് കണ്ട് ഇനി മറ്റുള്ളവർ അനുകരിക്കരുത് എന്നുള്ളത് കൂടിയാണ്. അപ്പം നമ്മുടെ നിരത്തുകളിൽ നിരവധിയായ അപകടങ്ങൾ ദിവസേന എന്നവണ്ണം നടക്കുന്നുണ്ട്. അപ്പോൾ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കരുതെന്ന് ഒരു അഭ്യർത്ഥന കൂടി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടിയാണ്, മുൻപ് ഈ വിധത്തിലൊരു വാഹനാഭ്യാസത്തിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ കൂട്ടുകാരിൽ ചിലരൊക്കെ പറഞ്ഞിരുന്നു, രാഹുലിനൊക്കെ തന്ത വൈബാണ്, 90s കിഡ്സ് ഒക്കെ ആണല്ലോ, പുറത്തെടുക്കുന്നതിനെ ഒരു വാർത്തയൊക്കെ നൽകി നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നാണ്. അപ്പോൾ ഏതായാലും നമ്മളെന്ന തന്ത വൈബൊന്നുമല്ല. അപകടം ക്ഷണിച്ചു വരുത്തുന്ന വീഡിയോകൾ, വിധത്തിൽ ക്ഷണിച്ചു വരുത്തുന്ന കാര്യങ്ങൾ ചെയ്ത് വീഡിയോ ചിത്രീകരിക്കുന്നത്, അതിനെതിരെയാണ് ഈ വാർത്ത വരുന്നത്. അതിനൊക്കെ പിന്നാലെ മോട്ടോർ വാഹന വകുപ്പുണ്ട്, കർശനമായ നടപടി ഉണ്ടാകും എന്നതുകൂടിയാണ്. രാഹുലെ, ജീവിതമാണ് വൈബ്. നമ്മൾ നന്നായി ജീവിക്കുക, നമ്മൾ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് നല്ല വൈബ്. ഇപ്പോൾ ഈ മുഹീദായാലും നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ വലിയ കുറ്റവാളികളൊന്നും ആരും കണക്കാക്കുന്നില്ല. നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവരോട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ രാഹുലെ. കാരണം നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ റോഡിലൂടെ മര്യാദയ്ക്ക് പോകുമ്പോൾ ഇതുപോലെ അഭ്യാസങ്ങളുമായി വാഹനവുമായി വന്ന് ഇടിച്ചു കയറി നിങ്ങൾക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ എന്താകും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത? അതാണ് മറ്റുള്ളവർക്കുമെന്ന് മാത്രം വിചാരിച്ചാൽ ഈ അഭ്യാസങ്ങളിൽ നിങ്ങൾ പിന്നോട്ട് പോകും. നന്നാവട്ടെ, നന്നാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ശരി രാഹുലെ.